അതായത് ബിഗ് ബോസ് ഇന്നലെ വിന്നറെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനുമോളുടെ വീട്ടിൽ പന്തലൊക്കെ ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായ റിപ്പോർട്ടുകളും വോട്ടിങ്ങും എല്ലാം ഇവർ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏഷ്യാനെറ്റിന് എന്ത് യോഗ്യതയുള്ളത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുവാനായിട്ട്? ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ബിഗ് ബോസ് വിന്നറായിട്ട് അനുമോൾ മാറിയിരിക്കുകയാണ്. നമ്മളെ സാധാരണ ജനങ്ങളെ കാഴ്ചക്കാരാക്കി അവരും PR ടീമും വിജയിച്ചിരിക്കുകയാണ്. PR ക്യാഷ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അനുമോളുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ തോറ്റുപോയത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റും കൂടി ഉൾപ്പെടെ നമ്മളെ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവരും PR വിജയിച്ചു. നമ്മൾ സാധാരണ ജനങ്ങൾ വെറും വിഡ്ഢികളായി മാറി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പണം എറിഞ്ഞ് വിന്നറാകാം എന്ന് ഈ തവണത്തെ സീസണിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, മുമ്പുണ്ടായിരുന്ന സീസണുകളിലൊക്കെയും PR ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്ര ശക്തമായ ഒരു PR ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ പറ്റുമെന്ന് നമുക്ക് ഇത്തവണത്തെ ബിഗ് ബോസിൽ ശരിക്കും തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ശതമാനം സപ്പോർട്ട് അനീഷിനാണ് കിട്ടിയത്. പക്ഷെ എന്നിട്ടും വിന്നറായി കഴിഞ്ഞപ്പോൾ അനുമോളായി മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പമ്പര വിഡ്ഢികളാക്കി എന്നുള്ളതാണ്. നമ്മള് സാധാരണക്കാരായ ജനങ്ങൾ നല്ല രീതിയിൽ അനീഷ് വിജയിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ അവരും PR ടീമും നല്ല രീതിയിൽ വർക്ക് ചെയ്യിച്ചു. അവർക്കറിയാം എവിടെ പ്രോപ്പറായിട്ടുള്ള ത്രെഡ് എവിടെ യൂസ് ചെയ്യണമെന്ന് അവർക്കറിയാം. അവർ ആ രീതിയിൽ തന്നെ ഓരോ സംഭവങ്ങളും യൂസ് ചെയ്തു. അപ്പോൾ വീട്ടിലിരുന്ന് ഈ ബിഗ് ബോസ് കാണുന്ന നല്ല സാധാ വീട്ടമ്മമാരും അവരെയൊക്കെ എന്ത് സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിയാക്കാൻ അനുമോളെ പറ്റും, വോട്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ അവർക്ക് തലയിൽ മൂളയുണ്ട്. അതിൻ്റെ കാര്യം. അപ്പോൾ നമുക്കറിയാം, അവസാനമൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ ഒറ്റപ്പെടൽ ഈ അനുമോൾക്ക് അനുഭവിക്കുന്നുണ്ടെന്നൊക്കെ രീതിയിലൊക്കെ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് സത്യം പറഞ്ഞ ഒരു ആയുധമായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. അത് യൂസ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ അമ്മമാരൊക്കെ ഇത് കാണുമ്പോൾ അവരതിൽ വീണു പോകും. പൊതുവെ സീരിയൽ വഴിയും മുമ്പോട്ട് അനുമോളെ എല്ലാം അറിയാം. അപ്പോൾ ആ പുള്ളിക്കാരി കരച്ചിലൊരു ആയുധമായിട്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം തൊട്ടേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് അനുമോൾ കയറ്റി വരാനായിട്ടുള്ള ഒരു ആയുധമെന്ന് ഇവരുടെ PR ടീം മനസ്സിലാക്കുന്നു. അത് നല്ല രീതിയിൽ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഇറക്കി വിടുന്നു സോഷ്യൽ മീഡിയസിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരുടെ PR ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷിനും PR ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അതൊന്നും നമുക്കറിയില്ല. പക്ഷെ PR എത്രത്തോളം ജനങ്ങളെ വിഡ്ഢികളാക്കി വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് കൃത്യമായി ഈ തവണത്തെ ബിഗ് ബോസ് തെളിയിച്ചിരിക്കുകയാണ്. ആദ്യം മുതൽ ഇത് ഇരുന്ന് കാണുന്ന നമ്മളെ പോലുള്ളവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് കാണൽ നിർത്തി. ആദ്യം മുതലേ ഒരു പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, അനുമോൾക്ക് കപ്പ് കൊടുക്ക്, അനുമോൾക്ക് വേണ്ടിയുള്ള സീസണാണ്. അപ്പോൾ അനുമോളെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് പിന്നീട് തോന്നി ഇത് കാണണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒഴിവാകുകയാണ് ചെയ്ത് കാണുന്ന പരിപാടി തന്നെ നിർത്തി. അന്ന് ജിസേല ആര്യൻ്റെ ഇഷ്യൂല് സത്യം പറഞ്ഞ ആ ഒറ്റ ഒരു ഇൻസിഡന്റ് മതിയല്ലോ അനുമോൾ എത്ര തരം താഴ്ന്ന രീതിയിലാണ് ഒരു യോഗ്യതയില്ലാത്ത ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഒരു സംഭവം കൊണ്ട് എന്താ പറയാ, മറ്റുള്ളവരുടെ സംഭവത്തിൽ ഒളിഞ്ഞു നോക്കി അത് അവർക്കൊരു ഇഷ്യൂ ഉണ്ടാവുന്നു മനസ്സിലാക്കി അതിന് ഒഴിവായി പോകാതെ അത് വിളിച്ചു പറഞ്ഞ് മോശക്കാരാക്കുന്ന രീതിയിൽ പെരുമാറി. ഒരു നല്ലൊരു ആളാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംബന്ധിലോ കണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല, ഒരു സംഭവം കണ്ടെങ്കിൽ അത് അവരെ മോശമാക്കുന്ന രീതിയിൽ പറഞ്ഞ് നടക്കുകയല്ല ഒരു അന്തസ്സുള്ള ആളുകൾ ചെയ്യുക. പക്ഷെ പുള്ളിക്കാരി അതും യൂസ് ചെയ്തു എന്നുള്ളതാണ്. ആളുകൾ പറയുന്നുണ്ട് കണ്ടന്റ് ഉണ്ടാക്കി. ഇതാണോ കണ്ടന്റ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ഇതാണോ? ഇത് റീസൺ ചെയ്തിട്ടാണോ നിങ്ങൾ? ഇതൊക്കെ ആണ് നിങ്ങളുടെ മെയിൻ റീസൺ? എന്ത് സംഭവം പറഞ്ഞാൽ അപ്പം തന്നെ പൊട്ടിക്കരയുക, എന്നിട്ട് മാറിയിരിക്കുക.
ആ കുഞ്ഞി പാവേനെ പിടിച്ചുകൊണ്ട് നടക്കുക. എന്താ പറയുക, ഒട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു കണ്ടന്റിനെ വിജയിപ്പിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാര്, അതുപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ അനുമോളെ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. പന്തൽ വരെ ഒരുങ്ങിക്കഴിഞ്ഞ അനുമോൾക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കാനായിട്ട് അനുമോളുടെ വീട്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും തറ പരിപാടി. അതേ എനിക്ക് പറയുള്ളൂ, വെറും തറ പരിപാടി. കാരണം വെച്ചാൽ അതായത് ബിഗ് ബോസ് ഇന്നലെ വിന്നറെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനുമോളുടെ വീട്ടില് പന്തലൊക്കെ ഒരുങ്ങി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായ റിപ്പോർട്ടുകളും വോട്ടിങ്ങും എല്ലാം ഇവരെ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഏഷ്യാനെറ്റിന് എന്ത് യോഗ്യതയുള്ളത് ഇങ്ങനെ ഒരു പരിപാടി നടത്തുവാനായിട്ട്? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട്, ഇത് വിനു എന്ന് പറഞ്ഞൊരു വ്യക്തിയില്ലേ PR ചെയ്യുന്നത്, അപ്പൊ അവനൊക്കെ കറക്റ്റായിട്ട് ഈ സംഭവങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ആരാണ്? ഇത് കാണുന്ന നമ്മൾ ജനങ്ങൾ ആരാണ്? വെറും വിഡ്ഢികള്, വെറും പമ്പര വിഡ്ഢികള്. നമ്മുടെ ഒരു മിനിറ്റ് പോലും ഈ പരിപാടിക്ക് വേണ്ടി വേസ്റ്റ് ചെയ്തെന്നാണ് ഞാൻ പറയുന്നത്. ഏതേലും സീസണിൽ പ്രോപ്പറായിട്ട് വിന്നറെ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ എനിക്ക് കണ്ടിട്ടുള്ള സീസണിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ റൂബിൻ വിന്നർ ആകാനായിട്ട് എല്ലാം കൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു ആള് റൂബിനായിരുന്നു. പക്ഷെ ഇവന്മാരെ നൈസായിട്ട് ഇവന്മാരുടെ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പുള്ളിനെ പുറത്താക്കി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ രജിത് കുമാർ, പുള്ളി അടിപൊളിയായിരുന്നല്ലേ. അപ്പൊ നമ്മൾ ശരിക്കും തന്നെ വിഡ്ഢികളാണ് ഇതൊക്കെ കാണുന്നത്. ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ വിജയിക്കുന്ന ആള് എന്ത് തോന്നിയാസം ചെയ്താലും സത്യം പറഞ്ഞ് ഇവരത് അവര് തന്നെ വിജയമാക്കുമോ. നമ്മൾ എന്ത് കിടന്ന് തലകുത്തി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മൾ ഇതിലൊന്നും വോട്ട് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ആര്യൻ ജിസലിന്റെ ഇഷ്യൂ സുഖമായിട്ട് പുറത്തേക്ക് കളയേണ്ട ഒരു സംഭവം തന്നെയാണ്. വളരെ മോശമായിട്ടൊരു ഒരാളെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അനുമോളുടെ വായിന്ന് വെറും കച്ചറ വർത്താനമാണ് പറഞ്ഞിട്ടുള്ളത് അനുമോള്. ശരിക്കും പറഞ്ഞാൽ അപ്പോഴേ തന്നെ പുറത്താക്കേണ്ടതാണ്. പക്ഷെ അനുമോൾക്കാണ് സപ്പോർട്ട്. അപ്പൊ അവരെ വിജയിപ്പിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുന്ന നമ്മൾ വെറും മണ്ടന്മാര്. ശരിക്കും ഈ പരിപാടിയൊന്നും കാണാൻ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കണ്ട് പിന്നെ പരിപാടി നിർത്തി. കാരണം ഈ പരിപാടിക്ക് കണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാനം സമയവും നമ്മുടെ എന്താ പറയുക, നമ്മുടെ പണവും എല്ലാം യൂസ് ചെയ്തിട്ടാണല്ലോ. കാരണം ഹോട്ട്സ്റ്റാർ എടുക്കുന്നു, വോട്ട് ചെയ്യുന്നു, ഇതെല്ലാം കാരണം പണം വേണമല്ലോ, നമ്മുടെ സമയം വേണമല്ലോ. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് അവസാനം നമുക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ എന്താണെങ്കിലും വളരെ മോശമായ ഒരു വിജയമാണ്. ഇങ്ങനെ വിജയിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ PR ടീമിനെ വെച്ച് വിജയിച്ചെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മുടെ തൊപ്പിയൊക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. തൊപ്പി മാത്രമല്ല, നല്ല രീതിയിൽ സോഷ്യൽ മീഡിയസിൽ സപ്പോർട്ട് കിട്ടിയിട്ട് അനീഷ് വിജയിക്കാത്ത എന്താണ് നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ ആലോചിച്ചു പോണത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ട് അനീഷ് വിജയിച്ചില്ല, വോട്ട് കൂടുതൽ അനുമോൾ കിട്ടിയെന്നൊക്കെ പറയുന്നു. ഈ ഒരു രീതിയിൽ നോക്കിയിട്ട് അത് എങ്ങനെ സംഭവിച്ചു എന്ന് അത്ഭുതം തോന്നിപ്പോകും നമുക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഇത് എങ്ങനെ അനുമോൾ വിജയിച്ചു എന്നുള്ളത്. അതിന് ഒരുപക്ഷെ അനീഷ് പോകത്തില്ലായിരിക്കും. കാരണം അന്നം തരുന്ന അതിൽ തന്നെ പോയി എന്താ പറയുക, മോശമായിട്ട് പെരുമാറണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഒരുപക്ഷെ അനീഷിന് കുറച്ച് അന്തസ്സുള്ളത് കൊണ്ട് ഒരുപക്ഷെ അനീഷ് അങ്ങനെ ചെയ്യില്ലായിരിക്കും. എന്താണെങ്കിലും നമ്മളെപ്പോഴുള്ളവരൊക്കെ ഇതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ശരിക്കും എപ്പോഴും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ബിഗ് ബോസിന്റെ ഏത് സീസണെ നോക്കിയാലും ജനങ്ങളെന്നും വിഡ്ഢികൾ തന്നെയാണ്. ഏത് സീസൺ നോക്കിയാൽ ജനങ്ങളെന്നും വിഡ്ഢികൾ തന്നെയാണ്. എന്താണെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് തന്നെയാണ് വിന്നർ. ഇപ്പൊ നമുക്കറിയാം ഇനി അനീഷിന്റെ ദിവസങ്ങളാണ്. ഉറപ്പായിട്ടും അനീഷിന്റെ ദിവസങ്ങളാണ് ഇനി കാത്തിരിക്കുന്നത്. ഒരിക്കലും അനുമോളുടെ അല്ല. 4 ആള് കൂടണമെങ്കിൽ നമ്മൾ അനീഷ് തന്നെ വരണം. എന്തായാലും വരേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം ഇതാണ്. PR ടീം വിജയിച്ചു, നമ്മൾ തോറ്റുപോയി. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ടേക്ക് കെയർ.